ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റൂമിൽ പോവാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, കൂടെ വേറെ ഫ്രണ്ട്സും ഉണ്ട്, പിന്നെ അനിയത്തിയുണ്ട്. അപ്പോൾ ടാക്സിയിലാണ് പോയത്. അവരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ടാക്സി പിടിച്ചിട്ട് അവരുടെ അടുത്തേക്ക് പോവാണ് കേട്ടോ. ഇതാ കാണുന്നതാണ് കേട്ടോ അനിയത്തിയും ഫ്രണ്ട്സും ഒക്കെയുള്ള ബിൽഡിങ്. ശ്വാസം കിട്ടണില്ല. എല്ലാവരും ചിരിക്കുന്ന വേറൊന്നല്ല, ആക്ച്വലി ഒരു എന്താ പറയുക, ടാക്സിയിൽ 4 പേരെ അലൗഡ് ഉള്ളൂ. പക്ഷെ ഞങ്ങൾ 5 പേരും 2 കുട്ടികളും ഉണ്ടായിരുന്നു. ആദ്യം അയാൾ പറഞ്ഞു പറ്റില്ല എന്നൊക്കെ പറഞ്ഞു, പക്ഷെ ഞങ്ങളുടെ ദയനീയമായ ഫേസ് കണ്ടിട്ട് അവർ സമ്മതിച്ചു. എല്ലാവരും കൂടെ അതിൽ പോവാണ് കേട്ടോ. പായസം ഉണ്ടോ കവറില്? ഇല്ല ഇല്ല ഇല്ല. സൗണ്ട് പുറത്തേക്ക് പായസം ആരുണ്ടാ കവറുണ്ടായിരുന്നു? ലെഫ്റ്റ് അല്ലേ നമ്മള് സർപ്രൈസ് ആവോ ലാസ്റ്റ്? ഇതാ വേറൊരു ട്വിസ്റ്റ് ഉള്ളത് ഇവിടെയാണ് കേട്ടോ. ഞങ്ങൾ ആ ഫ്രണ്ടിനോട് പറയാതെ സർപ്രൈസ് ആയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ സർപ്രൈസായി. അവൾ ആ റൂമിലില്ലായിരുന്നു. അവൾ പൂളിലോ മറ്റോ പോയിരിക്കുകയായിരുന്നു. ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് കാണാതായപ്പോൾ വിളിക്കേണ്ടി വന്നു. വിളിച്ചപ്പോഴാണ് പറയുന്നത് അവിടെയില്ല, റൂമിലില്ല, പൂളിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ആളിനെ കണ്ടുപിടിച്ചു. ഇതിൽ എന്താണെന്ന് വെച്ചാൽ ആൾ പ്രഗ്നൻ്റ് ആണ് കേട്ടോ. അപ്പം ഞങ്ങൾ കുറച്ച് ഫുഡും കാര്യങ്ങളും അച്ചാറൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവൾക്ക് അച്ചാറൊക്കെ കഴിക്കണം, ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അനിയത്തി നാട്ടിൽ പോയി വന്നപ്പോൾ കുറച്ച് അച്ചാറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റുള്ള ഫ്രണ്ട്സൊക്കെ കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. സർപ്രൈസ്. അവളില്ല, ചമ്മിപ്പോയി. ഉറപ്പാ? ഷുവർ. ഭയങ്കര സർപ്രൈസ് ആയി. ഇന്നലെ പറയുകയും ചെയ്തത്. ഞാൻ വെറുതെ തമാശയിൽ വന്നതാ. അല്ല, ഈ സുഖമില്ലാതിരിക്കല്ലേ, അങ്ങോട്ട് പോവില്ലല്ലോ രാവിലെ എന്ന് വിചാരിച്ചു. ഇല്ലടാ, ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് വന്നതാണ്. അവളുടെ നമ്പർ തരുമോ? ഇവിടെയുള്ള നമ്പർ പറയാം. അല്ല, അവളുടെ നമ്പർ തരും, മൊബൈൽ നമ്പർ. ഉറങ്ങാതിരിക്കില്ലല്ലോ വേറെ അബുദാബിക്ക് പോണോ? 05 3786. വന്നോ വന്നോ നമ്മളെല്ലാരും ഉണ്ട്. വയറ് കാണിച്ചു തരുവാനൊക്കെ കാണണം. സ്പെഷ്യല് നമ്മള് കഴിയും പോലെ കുറച്ച് സ്പെഷ്യലാക്കി വന്നതായിരുന്നു. അവളെ വിളിച്ചു നോക്കട്ടെടാ ഈ നമ്പറിൽ.
അകത്ത് വരൂ. നിന്റെ റൂമിന്റെ ഫ്രണ്ടിൽ ഞങ്ങൾ സർപ്രൈസ്. അകത്ത് വരൂല. അവള് ഫ്രണ്ട്സിനായിട്ട് പോയിരുന്നു. നിന്റെ ബിൽഡിങ്ങിന്റെ ഡോറിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട് ഞാൻ. ഫോട്ടോ വേണോ? എപ്പോഴാ വരിക? എപ്പോഴാ വരിക? അരമണിക്കൂർ. എനിക്കൊരു അരമണിക്കൂർ മുന്നേ പുറപ്പെട്ടു വിടാന്നേ. സിറ്റി സെന്ററിലോ? സിറ്റി സെന്ററിലോ? വായു പെട്ടെന്ന് വാങ്ങാല് നമ്മളിവിടെ നിൽക്കാം. ഈ ചവിട്ടിയിലടിക്കുന്നുണ്ടോ? ചവിട്ടിയില്ല. ശരി, ഞങ്ങൾ നാളെ വെയിറ്റ് ചെയ്യാം. ആണോ? അതെങ്ങനെയാ പോവാ? ആളോട് ചോദിക്കും. അല്ലോടല്ലാന്നോ? ഏയ് ആളോട് പറഞ്ഞ് സമ്മതിക്കായിരിക്കും. അല്ല നീ അല്ലേ സഫാരിയിലാന്ന് പറഞ്ഞ്? നമ്മള് സഫാരിക്ക് നടക്കാൻ ഇറങ്ങിയതാ. ആ ഗർഭിണി കാണിക്കല്. വയറ് കണ്ടിരിക്കുന്നു. ഇതാണ് വയറ് കാണുന്ന ചടങ്ങ്. ഡ്രസ്സില്ലല്ലോ അതിന്. എന്നാ അങ്ങോട്ട് പോവാ. സർപ്രൈസ് ആക്കി ഫുഡ് അലോഡാണോ? വേണ്ടടാ, ഫുഡ് നമുക്ക് റൂമിൽ പോവാം. എങ്ങോട്ട് പോണ നീ? ആരുടെ വീട്ടിലേക്ക്? അന്നാട് വീട്ടിലേക്കല്ല, ആന്റിയുടെ വീട്ടിലേക്ക്. സ്വിമ്മിംഗ് പൂളില് ചാടുന്നുണ്ട് അതിനാ? ഞാനല്ല, ഇവര് പ്രകൃതിയൊക്കെയാണല്ലേ. അവള് നല്ല ചിരിച്ചോണ്ടിരിക്കണ്ടല്ലോ. ഏയ് സർപ്രൈസ് ഞങ്ങളായല്ലോ. അതാ സർപ്രൈസ് പൊളിഞ്ഞു എന്ന് പറയാൻ നല്ലത്. അവൻ കലാപരിപാടി തുടങ്ങി. ഗർഭിണിക്കുള്ള സ്പെഷ്യൽ അതൊന്നും കുഴപ്പമില്ല. ഇതാരുടെ? വാവ്, പിടിച്ചോ. അയ്യോ പിടിച്ചോ. പാമ്പേഴ്സ് നോക്കടാ. പറഞ്ഞ പോലെ പാമ്പേഴ്സ് അറിഞ്ഞോ? അയ്യോ ഞാൻ നമ്മളീ ഉണ്ണിയപ്പം. കൽത്തപ്പാരുടെ ഓണർ ഓഫ് കലത്തപ്പം സാറ്. എടി അതിനെന്തേലും കൊടുത്തേ ഉണ്ണിയപ്പോ? എടി അതിന്റെ ഒന്നും ആവശ്യമില്ല. ആ അപ്പൊ എന്തായാലും 5th തന്നെ ചെയ്യുള്ളൂ. ഞാൻ 5th വരൂ. ഞാനില്ലാത്തതുകൊണ്ട് കരിയോടി സങ്കടം. എങ്ങനെയല്ലോ കട്ട് ചെയ്ത് ഇത് പ്രകൃതി ഉണ്ടാക്കിയത്, അത് ബിനീഷ് ഉണ്ടാക്കിയത്. രണ്ടാള് പായസം ഉണ്ടാക്കുന്ന ആള്, സ്വീറ്റ്സ് ഉണ്ടാക്കുന്ന ആള്. അശ്വിനിയും വരുമെന്ന് പറഞ്ഞിരുന്നു. ഇഷ്ടായോ? അത് ഓഫാക്കി ഓഫായി അത് കത്തില്ലല്ലോ. അതിനാ അതിനെ ആ ബേബിനെ കണ്ടു. അല്ല ആന്റീന്റെ ഇവിടെ ആന്റി ഇരിക്കും. പിന്നെ
ഇതിന്ന് എടുക്കാണ് വീഡിയോ. നമ്മള് പ്രതീക്ഷിക്കാതെ വരുമ്പോ അവനൊരു സർപ്രൈസ് ആവും. ജഗദീന്റെ അതിനെ ബാഗിങ് എടുക്കണ ഫിനിഷ് എനിക്കിത് കാണുമ്പോൾ അമൃതേനെ ഓർമ്മ വരാം. ചന്ദനമഴ കേരള ഹലുവയാക്കുന്ന ഒരു സീൻ കേസരി കേസരി ഇപ്പൊ വരുന്നല്ലോ. അങ്ങനത്തെ ഇത് കേട്ടിന് അല്ല പാത്രം അല്ല അടിച്ചു വരുന്നത് എന്തായാലും ചെയ്യണം. കാട്ടൻ കോരി അതെല്ലാരും ചെയ്യുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. അത് അത് പിന്നെ പപ്പായ പപ്പായ അല്ല അല്ല ഇല്ലില്ല നല്ല മധുരം ഉണ്ട്. അല്ല അവൾക്ക് ആക്ഷൻ മാത്രമേ ഉള്ളൂ, സൗണ്ട് പറഞ്ഞിട്ടില്ല. ആക്ഷൻ മാത്രമേ ഉള്ളൂ. വന്നതാണ്. ഓപ്പൺ ചെയ്യണ അതിനുള്ളതായിട്ടില്ല അല്ലേ? ബേബി ഷവർ പുറത്ത് വെച്ചില്ല, നല്ല സ്ഥലത്ത്. അല്ല സാരിയാ. നീ അപ്പൊ സാരി കൊണ്ടുവന്നത് എന്താ ഓണത്തിനാ? അന്ന് അത്തയച്ചത് ആണോ? അല്ല ഇവള് പറഞ്ഞ ചിലപ്പോ ബേബി ഷവറിന് വേണ്ടി എടുത്തതാവും സാരി. സാരി വേണമെങ്ക നാട്ടിൽ പോയിട്ട് കൊണ്ടുവരണം സാരി. മെയ് 15 ഏപ്രിൽ 5 വരും. മെയിലാണ്. ഞാൻ തുടക്കം കുറിക്കട്ടെ, തുടക്കം വെക്കട്ടെ. ഒരു 6th ആയാലും കുഴപ്പമില്ല. ഇത് ഐസ്ക്രീമിന്റെ ഒന്നിച്ച് ഇട്ട് കഴിക്കണം. വേണം ഐസ്ക്രീം ഉണ്ട്. എന്നോട് കഴിക്കാനാ പറഞ്ഞത്. നെക്സ്റ്റ് വൺ ഉണ്ണിയപ്പം തന്നെ കൊടുത്തോ. ഞാനിവിടെ ഇത് കൊടുക്കട്ടെ മോനെ. ആന്റിക്ക് എന്തെങ്കിലും കൊടുത്തെടുത്തിട്ട് സോനാപ്പടി കൊടുത്തോ. നമുക്കൊന്നുമില്ല. ആരും കൊടുക്കാത്ത നീ കൊടുത്തോ? അതിനെ കൊടുക്ക, അതിനെ കൊടുക്ക. അയ്യേ ബാഡ് ഗേൾ ആവരുതിട്ടാ. കൊടുക്ക്. ഇതാ ഈ സ്വീറ്റ് എടുത്തോ. ഇതാ കൊടുക്ക്, ആന്റിക്ക് കൊടുക്ക്. അച്ചാറ് അച്ചാറ് മാംഗോ മാംഗോ ഇതാണോ മാംഗോ അച്ചാറ്? കഴിച്ചിട്ടില്ല. മാംഗോ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇതൊന്നും അച്ചാറിട്ടിട്ട് കാണലില്ല. നെല്ലിക്ക അത് അബുദാബിന് ഭയങ്കര സെക്യൂരിറ്റി. ഫാമിലി അലൗഡ് അല്ല അവിടെ. ആരും അലൗഡ് അല്ല. അവർക്ക് ആണ് കിട്ടിയായിരുന്നു. ക്യാമറ അലൗഡ് ആണെന്ന് പറഞ്ഞിട്ട്
അല്ല അപ്പൊ അബുദാബിയിൽ സ്റ്റേ പറ്റില്ല. ഇല്ല. അതെന്ത്? പിന്നെ ഒരു ഫ്ലൈറ്റിൽ പോകണം വരണം അങ്ങനല്ലേ. അയിലെന്താടാ ഇത്? ഞാൻ ചോദിക്കുന്നു. വേറെ അല്ല അബുദാബി സംസാരം കേൾക്കുന്നില്ല. എന്നാ ഓ, ഇനി ബിനീഷ ചിരിച്ചിരിച്ചിട്ട് ആന്റിക്ക് ഒരു മോടുക്ക് ബേബി ഇതാ മോടുക്ക് പ്രേതാണ് മോളെ അത്. ടാറ്റ എന്നോ ബൈ ബൈ. അങ്ങനെ നമ്മൾ അവളുടെ റൂമിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. എല്ലാം കഴിഞ്ഞ് താഴെ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ടാക്സി നോക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബായ്.